ഈസി ആയിട്ടുള്ള ഒരു റാഗി കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം നമുക്ക് എടുക്കണം ഒരു 1 കപ്പ് കേട് എടുത്തിട്ട് അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട്, ബീറ്ററല്ല ജസ്റ്റ് വിസ്ക് ചെയ്ത് എടുക്കുക. നല്ല വൃത്തിയിൽ വിസ്ക് ചെയ്തെടുത്ത ശേഷം അതിലൊരു 1/2 കപ്പ് ബട്ടറാണ്, ഉരുക്കിയ ബട്ടറാണ് ഞാനിപ്പോൾ ചേർത്തത്. ഉരുക്കിയ ബട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമുക്കിതിന് ഹാൻഡ് മിക്സറിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ നോർമൽ മാനുവൽ ഇത് വെച്ച് ചെയ്താൽ മതി. ഒരു 1/2 കപ്പോളം പാലാണ് ഞാൻ എടുത്തത്. ആദ്യം ഞാനൊരു 1/4 കപ്പ് പാൽ അതിലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലവണ്ണം അത് മിക്സാക്കി വെച്ചു. പിന്നെ അതിലേക്ക് ജാഗറി ശർക്കരയാണ് ചേർക്കുന്നത്. അതും ഒരു 1/4 കപ്പോ ഒരു 1/4 കപ്പിൽ കുറച്ചുകൂടി കൂടുതൽ, നിങ്ങളുടെ മധുരം അനുസരിച്ച് ചേർക്കാം. അതിനുശേഷം അതും മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു തുള്ളി ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്ത മിശ്രിതത്തിലേക്ക് നമ്മൾ 1 കപ്പ് റാഗി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. 1 കപ്പും കുറച്ചുകൂടി യൂസ് ചെയ്തു. ഒരു 1/4 കപ്പില്ല, 1 കപ്പും കുറച്ച് ഒരു ടീസ്പൂണും ഒരു ടേബിൾ സ്പൂണും. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും ആഡ് ചെയ്തു. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. അതും വെച്ച് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല ഇളക്കി യോജിപ്പിക്കുക, കൈ വെച്ച് തന്നെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കാൻഡീഡ് ഓറഞ്ച് പീലാണ്. ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി, നല്ല ഒരു ചോക്ലേറ്റിൻ്റെ കൂടെ ഇത് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ദെൻ ചോക്കോ ചിപ്സും, ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് ഈ ബാറ്ററിനോട് യോജിപ്പിക്കുക. ഒരു പിടിയോളം മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മതി. ഒരു പിടിയോളം, കുറച്ച് ഓറഞ്ച് പീലിൻ്റെ ഒരു ക്രഞ്ചി ടേസ്റ്റ്, ഒരു ച്യൂയി ടേസ്റ്റ്. then ഇവിടെ ബട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കണ്ടെയ്നറിലാണ് ഞാനിന്ന് ബേക്ക് ചെയ്തത്. നമ്മളിത് മൈക്രോവേവാണ് ചെയ്യുന്നത്, ബേക്കല്ല ചെയ്യുന്നത്. സോ അതിനു വേണ്ടി ഞാൻ ആ കണ്ടെയ്നറിലേക്ക് ഇത് ബട്ടറെല്ലാം തേച്ച് വെച്ച കണ്ടെയ്നറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എഗെയിൻ ചോക്ലേറ്റ് ചിപ്പും പിന്നെ കാൻഡീഡ് ഓറഞ്ച് പീലും ഒക്കെ ചേർത്ത് ഇത് മൈക്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈ പവറിൽ 3 മിനിറ്റും 48 സെക്കൻഡ്സുമാണ് ഞാൻ ചെയ്തത്. 4 മിനിറ്റ്സോളം നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ കണ്ടെയ്നറിൻ്റെ വലിപ്പം അനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ 2 കണ്ടെയ്നറിലായിട്ടാണ് ചെയ്തത്. സോ രണ്ടും ഞാൻ ഒരേ സമയത്ത് തന്നെയാണ് മൈക്രോവേവിൽ വെച്ചതും. 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാനത് കുക്ക് ചെയ്തെടുത്തു. ബേക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, മൈക്രോവേവ് ചെയ്തിട്ട് എടുത്തു. സോ ഇത് നല്ല ഒരു അപ്പം തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം, കഴിക്കാം. സൂപ്പർ സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ റാഗി യൂസ് ചെയ്തതുകൊണ്ട് ഗ്ലൂട്ടനും ഒന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം ഓയിലും ആഡ് ചെയ്യാം. ഓയിലും ആഡ് ചെയ്തിട്ടും ഇതുണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. കണ്ടോ, എത്ര നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കിട്ടിയത് 4 മിനിറ്റിനുള്ളിൽ. പുറകിൽ കേൾക്കുന്ന ശബ്ദം ചാർലിയുടെയാണ് കേട്ടോ. ചാർലി ഇവിടുത്തെ പട്ടിക്കുട്ടിയാണ്. അവനിപ്പോൾ കളിക്കുന്ന ടൈമാണ് ഇവന്.